അപ്പോൾ ഷിപ്പിൽ കയറുന്നത് വരെയുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ എനിക്ക് ഈ കമ്പനി അറേഞ്ച്മെൻറ്റ് ചെയ്ത് നിൽക്കുന്ന ക്യാബിൻ എന്ന് വെച്ചാൽ റൂം എനിക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്. ഇത് 2016 വെസലാണ്. അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അറ്റാച്ച് ബാത്റൂമൊന്നുമില്ല, കോമൺ ബാത്റൂമാണ്. എങ്കിലും നല്ല വൃത്തിയും ഉള്ള ഒരു ക്യാബിനാണ്. അതിൻ്റെ ഏകദേശ രൂപം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്ന ഒരു രൂപമാണിത്. അത് മുകളിൽ കാണുന്നത് AC ആണ്, സെൻട്രൽ AC ആണ്. ഇത് സെൻട്രൽ AC ആണ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള ഭാഗമാണ് ഇത് സ്പീക്കറാണ്. എമർജൻസി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ചെറിയൊരു വാഷ് ബേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഷേവിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ കൊടുക്കാനായിരിക്കും വെച്ചിരിക്കുന്നത്. ഷേവിങ്ങിൻ്റെ ഹാൻഡ് വാഷൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ സോഫ സെറ്റ് ഉണ്ട്. പിന്നെ ഒരു ടേബിളും ഒരു ചെയറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടെലഫോൺ തന്നിട്ടുണ്ട്. പിന്നെ കർട്ടൻ ഇവിടെ എൻ്റെ ബെഡ് ഇതാണ്. പിന്നെ ഇവിടെ ഒരു അലമാരയും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡസ്റ്റ്ബിന്നുണ്ട്. എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ഇവിടെ ഒരു ബെഡ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ക്യാബിനിൽ ചെറിയൊരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. എന്നാലും നല്ല സെറ്റപ്പ് വൃത്തിയുണ്ട്. ഏകദേശം നല്ല ക്യാബിനാണ്. അപ്പോൾ അതിൻ്റെ പുറത്തേക്കുള്ള വ്യൂസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ യമൻ പോർട്ടിലാണ്. ഗോതമ്പ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഗോതമ്പ് ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 4 മണിക്കാണ് വന്നത്. ഒരു 5-6 ദിവസം കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പുറത്തത്തെ വ്യൂസ്. അവിടെ ഒരു ലാൻഡ് കാണുന്നുണ്ട്. ആ ലാൻഡിൻ്റെ അടുത്തായിരുന്നു ഞങ്ങൾ ഒരു 8 ദിവസത്തോളം ആങ്കറിങ്ങിൽ കിടന്നത്. അപ്പോൾ ഇനി സാധനം ഇതിന് ഗോതമ്പ് ഡിസ്ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നുണ്ട്, അൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ വരാം. ഓക്കെ.